പൊതുവെ നാം കേൾക്കാറുള്ളതാണ് 5000 രൂപയ്ക്ക് മുകളിൽ കറണ്ട് ബില്ലുള്ളവർക്കാണ് സോളാർ ലാഭകരം. 2000 3000 കറണ്ട് ബില്ലുള്ളവർ സോളാർ വെച്ചാൽ നഷ്ടമാണ് എന്നൊക്കെ കേൾക്കാറുണ്ട്. തൃശ്ശൂരുള്ള രാജുവിന് 2 മാസം കൂടുമ്പോൾ 3000 രൂപയെ കറണ്ട് ബില്ല് വരുന്നുള്ളൂ. എന്നിട്ട് 3 കിലോ വാട്ട് സോളാർ സ്ഥാപിച്ചു. രാജുവിന് ലാഭകരമാണോ നഷ്ടമാണോ എന്ന് രാജുവിനോട് തന്നെ ചോദിക്കാം. ആദ്യം തന്നെ എത്ര രൂപ മുടക്കി എന്ന് നമുക്ക് നോക്കാം. കേവലം 20,000 രൂപ മാത്രമേ പണമായി മുടക്കേണ്ടി വന്നുള്ളൂ. 2 ലക്ഷം രൂപ 7% പലിശയ്ക്ക് ബാങ്കിൽ നിന്ന് ലോൺ എടുത്തു. തുടർന്ന് 3 കിലോ വാട്ട് സോളാർ ഇൻസ്റ്റാൾ ചെയ്തു. സോളാർ ഡീലർ ഇൻഡക്ഷൻ കുക്കർ സൗജന്യമായി കൊടുക്കുകയും ചെയ്തു. സോളാർ വെച്ച് അടുത്ത മാസം തന്നെ 78,000 രൂപ സബ്സിഡി ലഭിച്ചു. ഈ തുകയും പെട്രോൾ 2 വീലർ വിറ്റ തുകയും കൂടെ കൂട്ടി ഇലക്ട്രിക് സ്കൂട്ടർ വാങ്ങിച്ചു. രാജു സോളാർ വെക്കുന്നതിന് മുമ്പുള്ള ചെലവും ഇപ്പോഴത്തെ ചെലവും തമ്മിലൊന്ന് താരതമ്യം ചെയ്ത് നോക്കാം. 2 മാസത്തെ കറണ്ട് ബില്ല് 3000 രൂപ, അതായത് ഒരു മാസം 1500 രൂപ. ഒരു മാസം ഗ്യാസിന് ചെലവ് 1000 രൂപ. ഒരു മാസം ശരാശരി 1500 കിലോമീറ്റർ സഞ്ചരിക്കുന്നതിന് 3000 രൂപ പെട്രോൾ എക്സ്പെൻസ്. ഇങ്ങനെ ഒരു മാസ ചെലവ് 5500 രൂപ. ഇനി സോളാർ വെച്ചതിന് ശേഷമുള്ള ചെലവ് നോക്കാം. 3 കിലോ വാട്ടിൽ നിന്നും ഒരു മാസം 360 യൂണിറ്റ് വൈദ്യുതി ലഭിക്കുന്നു. ഇതിൽ 225 യൂണിറ്റ് 1500 രൂപ കറണ്ട് ബില്ലിന് തുല്യമായ വൈദ്യുതിക്ക് വേണ്ടി ഉപയോഗിക്കുന്നു. 90 യൂണിറ്റ് 1000 രൂപ ഗ്യാസിന് തുല്യമായ പാചകത്തിന് വേണ്ടി ഉപയോഗിക്കുന്നു. ഇതിൽ 45 യൂണിറ്റ് 3000 രൂപ പെട്രോൾ എക്സ്പെൻസിന് തുല്യമായ 1500 കിലോമീറ്റർ യാത്ര ചെയ്യുന്നതിന് ഉപയോഗിക്കുന്നു. ഇതിലൂടെ സോളാർ വെച്ചതിന് ശേഷം ഒരു മാസം 5500 രൂപ ലാഭിക്കുന്നു. ഇദ്ദേഹം 2 ലക്ഷം രൂപയാണ് ലോൺ എടുത്തത്. എത്ര വർഷം കൊണ്ട് അടഞ്ഞു തീരും എന്ന് നോക്കാം. 2 ലക്ഷം രൂപയ്ക്ക് 4 വർഷത്തേക്ക് 7% പലിശ നിരക്കിൽ 30,000 രൂപ പലിശ വരുന്നു. മൊത്തം തിരിച്ചടവ് എന്ന് പറയുന്നത് 2,30,000 രൂപ. അതായത് ഒരു മാസം EMI എന്ന് പറയുന്നത് 4,800 രൂപ EMI അടച്ചാൽ മതി. അതായത് മുൻകാലങ്ങളിൽ ഒരു മാസം ഉണ്ടാകുന്ന ചെലവ് മാത്രം ലോൺ അടച്ചാൽ മതി എന്നർത്ഥം. അവരുടെ സ്വന്തം പോക്കറ്റിൽ നിന്ന് യാതൊരു തുകയും EMI അടയ്ക്കുന്നതിന് ചെലവ് വരുന്നില്ല. ഇത് വരുന്ന 20 വർഷത്തേക്ക് ലാഭിക്കുന്നു. ഒരു വർഷം ശരാശരി 60,000 രൂപ വെച്ചിട്ട് ഏകദേശം 12 ലക്ഷം രൂപയോളം രാജു ലാഭം ഉണ്ടാക്കും. ഇതിന്റെ അർത്ഥം എത്ര ചെറിയ തുകയുള്ളവർക്ക് പോലും സോളാർ വെച്ച് ലാഭം ഉണ്ടാക്കാം എന്നാണ് രാജുവിൻ്റെ അനുഭവത്തിൽ നിന്നും വ്യക്തമാകുന്നത്. രാജുവിനെ പോലെ അനേകം ആളുകൾ ഈ രീതി തുടരുന്നു. അതുകൊണ്ട് കേരളം ഇന്ന് സോളാറിൻ്റെ ഗ്രോത്ത് ലെവലിൽ 3-ാം സ്ഥാനത്താണ്. സോളാർ എന്നത് വൈദ്യുതിക്ക് വേണ്ടിയാണ് ഏറ്റവും നല്ലതെന്ന് നാം കേൾക്കാറുണ്ടെങ്കിലും ഇന്ന് ഏറ്റവും കൂടുതൽ ആളുകൾ ഉപയോഗിക്കുന്നത് ഇലക്ട്രിക് വെഹിക്കിളിനും ഇൻഡക്ഷൻ കുക്കറിനുമാണ്. ഇതിൻ്റെ കാരണം 50 യൂണിറ്റ് കൊണ്ട് ഇലക്ട്രിക് 2 വീലറിൽ 3000 രൂപ ലാഭിക്കുന്നു. എന്നാൽ 50 യൂണിറ്റ് കൊണ്ട് 350 രൂപയെ വൈദ്യുതിയിൽ നിന്ന് ലാഭിക്കാൻ കഴിയുള്ളൂ. ഇതിൻ്റെ അർത്ഥം 10 ഇരട്ടി ലാഭകരമാണ് വൈദ്യുതിക്ക് വേണ്ടി സോളാർ ഉപയോഗിക്കുന്നതിനേക്കാൾ ഇലക്ട്രിക് 2 വീലറിന് വേണ്ടി സോളാർ ഉപയോഗിക്കുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ ലഭിക്കുന്നത് സോളാർ ടെക് ട്രെയിനിങ് അക്കാഡമിയിൽ നിന്നാണ്. ഈ ഇൻസ്റ്റിറ്റ്യൂട്ട് സോളാറിന് പരിശീലനം കൊടുക്കുന്നു, കൺസൾട്ടൻസിയും കൊടുക്കുന്നു. ഇത്രയും സമയം ഈ വീഡിയോ ശ്രദ്ധിച്ച് നിങ്ങൾക്ക് ഓരോരുത്തർക്കും നന്ദി പറയുന്നു.